കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ദേവപ്രശ്നത്തിന് ഞാനുണ്ടായിരുന്നു. ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ശബരിമല, ഗുരുവായൂർ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ചിറ്റൂളങ്ങര അമ്പലം, കണ്ണമംഗലം ദേവീക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദേവപ്രശ്നങ്ങൾക്ക് ഞാൻ പോയിട്ടുള്ളതാണ്. ഒന്ന്, എൻ്റെ അടുക്കൽ ദേവപ്രശ്നത്തിനായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. കാര്യം, ദേവപ്രശ്നത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു നിമിത്തമായിട്ടായിരിക്കും ഒരാൾ വരുന്നത്. ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശസ്വ വായുർദശ. ഒരു ദൈവജ്ഞൻ്റെ അടുക്കൽ, ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ ആഗതമായിരിക്കുന്ന സമയം വെച്ചിട്ടാണ് നമ്മളൊരു ദേവപ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത്. അവരെങ്ങനെ വരുന്നു, എന്തിനു വരുന്നു എന്ന് നമുക്കറിയാൻ വയ്യാത്ത രീതിയിലായിരിക്കും വരുന്നത്. ആ സമയത്തായിരിക്കും എനിക്കൊരു നിമിത്തം കിട്ടുക. ആ നിമിത്തം കിട്ടുമ്പോഴാണ് ഞാൻ ആ ദേവപ്രശ്നത്തിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ആ ദേവപ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ക്ഷേത്രത്തിൽ, മൈലപ്ര എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിൽ എനിക്ക് വലിയൊരു അനുഭവമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുക്കൽ ദേവപ്രശ്നത്തിനായിട്ട് 2, 3, 4 പേര് വന്നിരിക്കുന്നതായിട്ടുള്ള സമയത്തിൽ ഞാൻ ഒരല്പം അശുദ്ധനായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ശുദ്ധി ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മരണം കഴിഞ്ഞിട്ട് കയറി വന്ന് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദേവപ്രശ്നത്തിൻ്റെ കാര്യത്തിന് ഇവരോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി നിൽക്കേ, ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വന്നതിന് ശേഷം 3 വട്ടം എൻ്റെ അടുക്കൽ ചോദിച്ചു, എന്താണ് ഈ ദേവപ്രശ്നത്തിന് വരാനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനവിടെ ദേവപ്രശ്നം സംബന്ധമായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കാര്യം എന്തോ കുഴപ്പമുള്ള ഒരു ക്ഷേത്രമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെന്നു. ഞാൻ അവരുടെ ഡേറ്റ് മേടിച്ചു. ഞാൻ ഒരു നല്ല ഡേറ്റ് പറഞ്ഞു. അവരുടെ ഇഷ്ടമുള്ള ഡേറ്റിലാണ് ഞാനവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, അഷ്ടമംഗലം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം എനിക്ക് തോന്നിയത്, അഷ്ടമംഗല സ്ഥാനത്ത് ദൈവജ്ഞേന സമാഹിതേന സമയം, അത് വെച്ചിട്ടാണ് ഞാൻ അഷ്ടമംഗലം വെച്ചപ്പോഴത്തേക്ക് ആദ്യം ഒരു കുട്ടി എടുത്തത് ഒരു സാധനമായിരുന്നു. അതെന്താണെന്ന് ഞാനിപ്പം പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെയാണ്. കാരണം എന്താ വെച്ചാൽ, വെച്ചതിന് ശേഷം ഈ വന്ന ആളിലൊരാൾ എൻ്റെ അടുക്കൽ ദേഷ്യമായിട്ടുള്ളൊരു സ്വഭാവത്തോടു കൂടി സംസാരിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് മരണം ഉറപ്പാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോഴൊന്നും ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ കൂടുതൽ എൻ്റെ അടുക്കൽ സംസാരിക്കണ്ട, കാരണം നിങ്ങൾക്ക് മരണം ഉറപ്പായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാരണമുണ്ട്. അപ്പം പുള്ളി എൻ്റെ അടുക്കൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ദേവപ്രശ്നം വയ്ക്കുകയും ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത്, പ്രശ്നമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നതിന് ശേഷം എൻ്റെ അടുക്കൽ വീണ്ടും പുള്ളി വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ പറയണം എന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നടക്കുന്ന കാര്യമില്ല, ഇവിടെ കവടിയെ കണ്ട കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ, സത്യസന്ധമായിട്ടുള്ള കാര്യമേ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ മറ്റൊരു കാര്യത്തിനും ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ എന്നോട് വീണ്ടും പിണങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കൂടെ എനിക്ക് 1, 2, കുറേ ശിഷ്യഗണങ്ങളും ഉള്ള ആളാണ് ഞാൻ. കാര്യം വെച്ചാൽ, എൻ്റെ കൂടെ അന്ന് എൻ്റെ അമ്മാവൻ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മാവനെ ഉണ്ടായിരുന്നു. അമ്മാവൻ ചോദിച്ചു, എന്തിനാ അത്രയും പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ അറം പറ്റുന്ന രീതിയിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അറം പറ്റുന്ന രീതിയല്ല, അത് ഈശ്വരൻ കാണിച്ചെന്ന എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അന്നേരമാണ് ഒരു ചേട്ടൻ കയറി വരുമെന്ന് വെച്ചാൽ, അവിടുത്തെ തിരുമേനിയുടെ ഒരു ജ്യേഷ്ഠൻ പഴയ കാലത്ത് അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ വിളക്ക് വെക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ളൊരു തിരുമേനിയും കയറി വന്നു. വർഷങ്ങളായിട്ട് അവിടെ ഇല്ലാത്ത പാലക്കാട്ടു നിന്ന് വന്നിട്ട് ആ തിരുമേനി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുക്കൽ പറഞ്ഞതൊക്കെ സത്യമാണ് കലേഷ്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഇവിടെ നോട്ടീസ് അടിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നോട്ടീസിൻ്റെ പ്രകാരമാണ് ഞാനിവിടെ വരാൻ കാരണം. എനിക്കിവിടുത്തെ കുറേ കാര്യമുണ്ട്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവിയല്ല, അവിടെ യക്ഷിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ഞാൻ ആദ്യം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. പിന്നെ പറഞ്ഞ്
കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കവടിയെല്ലാം മുടക്കി വയ്യമ്പാട് സമയത്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വരികയും ഒരു 1.5 മണിക്കൂർ എടുത്തില്ല, ഒരു 8:30 9 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ആൾ മരിച്ചു പോയിന്ന്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഞാൻ അത്രയ്ക്കും പ്രതീക്ഷയോടെ അല്ല ആ ഒരു സംഭവം. ഈശ്വരാധീനം കൊണ്ട്, ദൈവാധീനം കൊണ്ടും എൻ്റെ കുടുംബസ്ഥിതി കൊണ്ടും എൻ്റെ പരദേവതയുടെ ഗുണം കൊണ്ടുമാണ് ഞാനത് പറഞ്ഞത്. പക്ഷേങ്കിൽ അത് സത്യമായിട്ട് വലിച്ചു. സത്യമായിട്ടേ വലിക്കുകയുള്ളൂ. ജ്യോതിഷം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സത്യമേ വലിക്കുകയുള്ളൂ. അത് നന്നായ രീതിയിലുണ്ടെങ്കിൽ അത് സത്യമായിട്ടേ വരുള്ളൂ. എല്ലാ ജ്യോതിഷന്മാർക്കും ഉള്ളൊരു ഗുണപാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോശമായിട്ടുള്ള ആൾക്കാരെ തമ്മിൽ ബന്ധിപ്പിക്കാതെ ഇരിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദോഷവും ആർക്കും ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മനസ്സിൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് ജ്യോതിഷത്തെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ജ്യോതിഷത്തെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. വിശ്വസിക്കണം, പക്ഷേ അന്ധമായിട്ട് ജ്യോതിഷത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ജ്യോതിഷത്തിൽ അകപ്പെട്ടു പോകും. കാര്യം എന്താ വെച്ചാൽ ഞാനും ജ്യോതിഷത്തിൽ അകപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ അന്ധത കൂടുതലുണ്ടാകുമ്പോഴാണ് നമുക്ക് മന്ദത ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്.